അങ്ങനെ പിന്നീടെല്ലാം ഇവർക്ക് എല്ലാ കാര്യത്തിലും ഇവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആകാൻ തുടങ്ങി. ഇവർക്ക് ഓർമ്മശക്തി, ഞങ്ങൾക്ക് അതൊക്കെ പേടിയായിരുന്നു. ഇവർക്ക് ഒരു ഓർമ്മക്കുറവില്ല, സ്പീച്ചിന് കുഴപ്പമില്ല, പിന്നെ അവിടെ മൂവ്മെൻറ്റ്സ് കൈകാലുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇവൾ 1 മാസം കൊണ്ട് ഏകദേശം ഇവൾ ഓക്കെ ആയെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ തലയ്ക്ക് നീരുള്ളത് കൊണ്ട് നമ്മളിച്ചിരി സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. തല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൾ കൂടുതൽ സമയം ഞങ്ങൾ കടത്തുമായിരുന്നു കട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം ഇവൾ രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയോട് പറഞ്ഞു, അമ്മാമ്മേ എൻ്റെ അടുത്ത് കൃപാസന മാതാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം ഇവർ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, എപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത്രയും ഇഞ്ചറി പറ്റിയൊരു കുഞ്ഞാണ്, കാരണം ബ്രെയിനെ ബാധിച്ചു, തലയോട്ടിക്ക് പൊട്ടൽ, ഇതെല്ലാം ബാധിച്ച കുഞ്ഞ് ഇങ്ങോട്ട് പറയാണ്, അമ്മാമ്മേ എൻ്റെ അടുത്ത് ആശുപത്രി വെച്ച് കൃപാസന മാതാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മമ്മി ഞങ്ങളെല്ലാവരും വിളിച്ചു, ദേ കൊച്ചി കൃപാസന മാതാവിനെ കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വന്നപ്പോൾ മമ്മി അവളോട് ചോദിച്ചു, ഇസബെല്ല മാതാവ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാതാവ് കടലിൻ്റെ മേളിൽ കൂടെ വന്നതെന്ന് പറഞ്ഞു. അന്നേരമാണ് വീട്ടിലുള്ള ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ നേരാണ്, മാതാവിൻ്റെ പിറകെ തിരമാല ഇങ്ങനെ അടിക്കുന്നൊരിതുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായി. അപ്പം മമ്മി ചുമ്മാ ചോദിച്ചു, മാതാവിൻ്റെ കയ്യിൽ എന്നതാ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവൾ പറഞ്ഞു, ആ 3.25 വയസ്സുകാരത്തി കുഞ്ഞാന്ന് പറഞ്ഞു. അവൾ പറയാം ഭൂമി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവൾ ഭൂമി എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് അന്നേരം ഭയങ്കര വിശ്വാസമായി, ഇത് മാതാവ് ഇടപെട്ട കുഞ്ഞ്. അറിയാം, കാരണം ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ലാതെ പോയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് മാതാവ് തിരിച്ചു തന്നെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി, കൃപാസന മാതാവ് അവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ. അതുപോലെ തന്നെ മമ്മി ചോദിച്ചു, അന്നേരം വേറെ ആരാ ഇസബെല്ല വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈശോയും വന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ ഈശോ എങ്ങനെ വന്നു, ഈശോ എന്നതാ ഈശോയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു. ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരവും ഇല്ല കേട്ടോ, ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ ഞാൻ സത്യമാണ് പറയുന്നത്. അവൾ കൃപാസന മാതാവിനെ കണ്ടെന്നും പറഞ്ഞു, കടലിൻ്റെ മേളിൽ കൂടെ വന്നതെന്നും പറഞ്ഞു, മാതാവിൻ്റെ കയ്യിൽ ഭൂമിയായിരുന്നെന്നും പറഞ്ഞു, ഈശോ വന്നു, ഈശോ അവളെ ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞു.